സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം മുഴുവൻ സഭയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ്. ശരീരത്തിന്റെ സ്കിന്നിൽ വരുന്ന അസുഖങ്ങൾ, അതിനുള്ള ഓയിൻമെന്റ് നമ്മൾ പുരട്ടുന്നത് പോലെ, എണ്ണ പുരട്ടുന്നത് പോലെ, സഭ എന്ന ശരീരത്തിന്റെ വിഷയങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ മരുന്നാണ് യാക്കോബിന്റെ ലേഖനം. 14-ലധികം കാര്യങ്ങളുണ്ട്, എങ്കിലും ഒരു 7 കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ. എന്തിന് ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നു? അബ്രഹാമിനെ പരീക്ഷിച്ചു. അദ്ദേഹം സാധാരണ മനുഷ്യനായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ അസാധാരണക്കാരനായി. സ്വർഗം ഞെട്ടിപ്പോയി, ദൂതന്മാർ ഞെട്ടിപ്പോയി. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന ഒരു മനുഷ്യൻ പേർ പ്രാപിച്ചു. അസൂയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, നമുക്കും കഴിയും. ഒത്തിരി ദോഷങ്ങളുള്ള, കുറവുകളുള്ള, മോഹങ്ങളുള്ള, പാപങ്ങളുള്ള നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. പക്ഷെ പരീക്ഷ സഹിച്ചാലോ? നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോയി, ദൈവമാണ് കൊണ്ടുപോയത്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ജോലിയാണ്. അവിടെ ചെന്നപ്പോൾ സാഹചര്യം മോശം എന്ന് പറഞ്ഞാൽ ഫുഡ് മോശം, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ മോശം, മേലുദ്യോഗസ്ഥര് ക്രൂരന്മാർ. നിങ്ങൾക്ക് അവിടെ ഹോം സിക്നെസ് അനുഭവപ്പെടുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ ഉള്ളിൽ തീരുമാനിക്കുകയാണ്, ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതിനെയാണ് പരീക്ഷ സഹിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഇടപെടുന്നവരുടെ ആ ബുദ്ധിമുട്ട്, മേലുദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ട്, ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ട്, ഹോം സിക്നെസ്, ഈ സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ അകത്ത് ദൈവം ഒരു പണി നടത്തും. ആ പണിയുടെ മുമ്പിൽ, ആ തീയുടെ മുമ്പിൽ മോഹത്തിനും പാപത്തിനും നിൽക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണ് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറും. നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും വീട്ടുകാരെയും സ്നേഹിച്ച് മതിയാകാത്തവരാണ്. ഇനി എന്ത് മേടിച്ചു കൊടുക്കാമെന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പഴയ കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ നമ്മളൊന്നും മേടിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഇച്ഛാഭംഗപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു? സ്നേഹത്തിന് വേണ്ടി പുറകെ നടക്കുന്ന യേശു, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര തന്നവൻ, നമുക്ക് പകരമായി മരിച്ചവൻ, നമ്മളെ ദൈവത്തിൻ്റെ മടിയിലിരുത്താൻ ആ മടിയിൽ നിന്ന് ഇറങ്ങി ഈ ഭൂമിയിലേക്ക് താണ രൂപത്തിൽ വന്നവൻ. അവനെ നമ്മൾ സ്നേഹിച്ചില്ല, പിന്നെ ആരെ സ്നേഹിക്കും? അതൊരു വൈകാരിക സ്നേഹമായിട്ട് സ്നേഹിക്കാൻ കഴിയുകയില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നുമില്ല. ഒരു വൈകാരിക ലെവലുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അതിനപ്പുറത്ത് സത്യത്തിലും പ്രവൃത്തിയിലും യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ കൂടെ വൈകാരിക സ്നേഹം കൂടെ ആകുമ്പോൾ കർത്താവിന് സന്തോഷമാകും. നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ ഹൃദയം നിറയും. പിതാവിന്, പരിശുദ്ധാത്മാവിനും സ്വർഗത്തിനും നമ്മളെക്കുറിച്ച് സന്തോഷമാകും. രണ്ടാമത് നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിൽ മുഖപക്ഷം കാണിക്കുക എന്നൊരു വിഷയം വരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സഭയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചു വരുന്നവനെയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനെയും എന്ന് പറഞ്ഞാൽ, ധനവാനായ ഒരുത്തൻ വരുന്നു, ദരിദ്രനായ ഒരുത്തൻ വരുന്നു. ധനവാനെ അധികം മാനിക്കുന്നു. 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സഭയിൽ, നമ്മുടെ സഭയിൽ അതേ വിഷയമുണ്ട് എന്നുള്ളത് ദുഃഖകരമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസി ധനവാനാണെങ്കിലും അവനെ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആരുടെ കൂട്ടത്തിലാണ്? ധനവാന്മാർ, വിശ്വാസികളെ, സഭയെ പീഡിപ്പിക്കുന്ന ധനവാന്മാരുടെ കൂട്ടത്തിലാണ് വിശ്വാസിയായ ഒരു ധനവാനെയും ദൈവം എണ്ണിയിരിക്കുന്നത്. എന്തുകൊണ്ട്? സഭയിൽ വരുന്ന ഒരു ധനവാൻ, അവൻ മറ്റുള്ളവരുടെ ബഹുമാനം കൊണ്ടോ തൻ്റെ ധനത്തിൻ്റെ ആധിക്യം കൊണ്ടോ താനൊരു ധനവാൻ എന്ന രീതിയിലാണ് സഭയിൽ വരുന്നതെങ്കിൽ, അവൻ്റെ മൈൻഡ് സെറ്റ് അതാണെങ്കിൽ, ദൈവം അവനെ ലോകത്തിലെ ധനവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു, ധനവാന്മാർ നിങ്ങളെ പീഡിപ്പിക്കുന്നവരാണ്.
അവരാണ് നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ ദുഷിക്കുന്നത് അവരാണ്. എന്നാൽ ധനവാനെന്ന് പറയുന്നവൻ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിവർത്തിച്ചാൽ കൊള്ളാം. മുഖപക്ഷം കാണിച്ചാലോ? നമ്മളോർക്കും മുഖപക്ഷം വലിയ പാവമൊന്നുമല്ല, ചെറിയ പാവമല്ലേ. വലിയ പാവങ്ങളൊക്കെ വിട്ടു, നമ്മൾ മദ്യപാനം വിട്ടു, പുകവലി വിട്ടു, ആകെയുള്ള ഇത്തിരി മുഖപക്ഷമാണ്. കൊലപാതകി അവൻ പറയുന്നു ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, കൊല മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും എന്ന് പറഞ്ഞാലോ? ദൈവത്തിൻ്റെ കണക്കിൽ അവൻ എല്ലാ കൽപ്പനയും ലംഘിച്ചു. ദൈവത്തിൻ്റെ രീതി അങ്ങനെ, ഒന്നിൽ തെറ്റിയാൽ എല്ലാം തെറ്റിയെന്നാണ്. വ്യഭിചാരി പറഞ്ഞു ഞാൻ വ്യഭിചാരം ചെയ്യുന്നുള്ളൂ, കൊല ചെയ്യുന്നില്ല. നോ, നീ എല്ലാം തെറ്റി. അപ്പോൾ ഞാൻ മുഖപക്ഷേ ചെയ്യുന്നുള്ളൂ, മദ്യപിക്കുന്നില്ല. നോ, നീ തെറ്റി, മുഴുവൻ തെറ്റി. അതുകൊണ്ട് മുഖപക്ഷം ഗൗരവമായൊരു പാവമായി കാണുകയും പ്രാർത്ഥനാമുറിയിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും കൃപ പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 2-ാം അധ്യായത്തിൽ തന്നെ പിന്നൊരു വിഷയം പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ട്, പ്രവൃത്തിയില്ല. അതും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ദരിദ്രരാണ്, കഴിക്കാനൊന്നുമില്ല. നിങ്ങൾ അവരോട് ദൂത് പറയുന്നുണ്ട്, മെസ്സേജ് കൊടുക്കുന്നുണ്ട്, സ്വപ്നം പറയുന്നുണ്ട്, സ്വപ്ന വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാനൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശരിയായ വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുക്കണം. അവിടെ ഒരു വിഷയം വരുന്നത് എന്താണ്? നമ്മൾ കർത്താവിനുള്ളത് ഓൾറെഡി നമ്മൾ കൊടുത്തു, പിന്നെ നമ്മൾ എങ്ങനെ കൊടുക്കും? അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അവിടെ ജയിച്ചാൽ അടുത്തതിൽ ജയിക്കും. അടുത്തത് എന്താണ്? വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. എന്താണത്? വിശ്വാസം നമ്മളിൽ വരണമെങ്കിൽ വചനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. കാണാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അരുളപ്പാട് വരികയാണ്, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വരികയാണ്. അതിനുള്ള കൃപ കിട്ടണമെങ്കിൽ ഈ ബുദ്ധിക്ക് നിരക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ ഇതിനുള്ള കൃപ കിട്ടും. അങ്ങനെ കൃപ കിട്ടിയ മനുഷ്യനാണ് അബ്രഹാം. നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹം കൃപ പ്രാപിച്ചു. അതുകൊണ്ട് വലിയ പരീക്ഷ വന്നപ്പോൾ പഠിക്കുന്ന പിള്ളേർ പരീക്ഷയെ പേടിക്കത്തില്ലല്ലോ, അവർ ഈസി ആയിട്ട് പാസ്സാകുന്ന പോലെ അബ്രഹാം പാസ്സായി. 3-ാം അധ്യായത്തിലിട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നാവിൻ്റെ ഉപയോഗം. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ അവസാന ഭാഗത്തിൽ പറയുന്നു, ഒരേ നാവിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും വരരുത്. ആരാധനയിൽ നമ്മൾ സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥനാമുറിയിൽ സ്തോത്രം ചെയ്യുന്നു, പക്ഷെ അതേ നാവ് കൊണ്ട് തന്നെ സഹോദരനെ ശപിക്കരുത്, ദുഷിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അധരത്തിൽ മാത്രമേ സ്തോത്രമുള്ളെന്നാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഉറവ ഇല്ലെന്നാണ്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവ ഒരു കർത്താവ് പറഞ്ഞു. സ്നേഹത്തിൻ്റെ ഒരു ഉറവ, പരിശുദ്ധാത്മാവിൻ്റെ ഉറവ നമ്മുടെ അകത്തുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് നമ്മുടെ നാവ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴം തരുമോ? മുന്തിരിവള്ളി അത്തിപ്പഴം കായ്ക്കുമോ? ഈ മുൾച്ചെടി അത്തിപ്പഴം തരുമോന്നോ ഞെരിഞ്ഞിൽ ഒലിവ് പഴം തരുമോന്നോ എഴുതിയിരുന്നെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന അത്തിവൃക്ഷം ഒലിവ് പഴം തരുമോ? അത്തി എന്തിനെ കാണിക്കുന്നു? പ്രമാണത്തെ കാണിക്കുന്നു. പ്രമാണത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകത്തോടെ ഇടപെടാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ പറയുന്ന സത്യമാണ്. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ ദുഷിക്കുന്നതിൽ ന്യായമുണ്ട്. കാരണം അവൻ ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവനോട് പറയണമെന്നും വചനമുണ്ട്. പക്ഷേ അഭിഷേകത്തെ പിന്നെ പ്രവേശിക്കണ്ട. പരിശുദ്ധാത്മ പ്രവൃത്തി പിന്നെ സഭയിൽ നോക്കണ്ട, നമ്മുടെ ജീവിതത്തിൽ നോക്കണ്ട. അതുകൊണ്ട് അത്തിവൃക്ഷമാണോ നിങ്ങളുടെ ഉള്ളിൽ, ഒലിവൃക്ഷമാണോ, മുന്തിരിവള്ളിയാണോ, അതോ അത്തിപ്പഴമാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഇത് ഡയഗ്നോസ് ചെയ്യാൻ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ നാവ് ഒരു കാരണമാകും. ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം വരികയില്ല. അപ്പോൾ നമ്മൾ സൗമ്യമായിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ, ദയോടെ അല്ല സംസാരിക്കുന്നതെങ്കിൽ, നമ്മുടെ അകത്തുള്ള ഉറവ അത് യേശുവിൻ്റെ ഉറവയല്ല, ഉപ്പുറവയാണ്. അതിൻ്റെ ദോഷം എന്താണ്? അതിൻ്റെ ദോഷം പിന്നെ നമുക്ക് മെസ്സേജ് പറയാൻ, സഭയ്ക്കുള്ള പ്രബോധനം പറയാൻ, ദൂത് പറയാൻ യോഗ്യതയില്ലെന്നുള്ളതാണ്. കാരണം അതിനെക്കുറിച്ചാണ് അതിൻ്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ
എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കൊടുക്കേണ്ട ദൂതോ ഒന്നാമത് നിർമ്മലമായിരിക്കണം, സമാധാനത്തോടെ പറയണം, സമാധാനം ഉള്ളവനായിരിക്കണം, സമാധാനത്തോടെ പറയുന്നതായിരിക്കണം, ശാന്തതയുള്ളതായിരിക്കണം, ആരെയും പേടിപ്പിക്കുന്നവന് വിരട്ടുന്ന ദൂതൊന്നും ഇല്ല, അനുസരണമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തായിരിക്കണം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, കരുണയും സൽഫലവും നിറഞ്ഞതായിരിക്കണം, കേൾക്കുന്നവനെ അപ്പൻ മകനെ പ്രബോധിപ്പിക്കുന്ന പോലെ, സഹോദരൻ സഹോദരനെ സ്നേഹിച്ച് പ്രബോധിപ്പിക്കുന്ന പോലെ കരുണയോടെ ആയിരിക്കണം, പക്ഷപാതമോ കപടമോ ഇല്ലാത്തതായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്ക് അത് സമാധാനമുണ്ടാക്കും. നിങ്ങൾ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം, ഓരോ മെസ്സേജിൻ്റെയും ഫലം എന്താണ്? കേൾക്കുന്നവൻ നീതിമാനാകുക എന്നുള്ളതാണ്. അത് വിതയ്ക്കേണ്ടത് സമാധാനത്തിലാണ്. അതെവിടെ നിന്ന് വരുന്നു? ഉള്ളിൽ നിന്ന് വരുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഭാജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. എന്താ കാര്യം? ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഭയുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ വലതുവശത്തിരിക്കുന്നവൻ, ഇടതുവശത്തിരിക്കുന്നവൻ, മുമ്പിലിരിക്കുന്നവൻ, പുറകിലിരിക്കുന്നവൻ, ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ അവനോട് സമനായിരിക്കണം. അവന് വിരോധമായി ഞരങ്ങരുതെന്നാണ്. പറയരുതെന്നല്ല, ഷൗട്ട് ചെയ്യരുതെന്നല്ല, ഉള്ളിൽ ഞരങ്ങരുത്. നീ എങ്ങനെയാണെന്ന് എനിക്കറിയാം, പറയരുത് ഉള്ളിൽ. ആള് ശരിയല്ല, പറയരുത് ഉള്ളിൽ. ഇദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യാൻ യോഗ്യതയില്ല, പറയരുത് ഉള്ളിൽ. കാരണം ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. കർത്താവേ, എന്തൊരു പോംവഴിയില്ലേ? ഉണ്ടല്ലോ. എന്താണ്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യം അറിയിക്കുക. ന്യായാധിപതിയല്ലേ നിൽക്കുന്ന, ആവശ്യം അറിയിക്കുക. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അവൻ പരിഹരിക്കും. 2, നിങ്ങൾക്ക് ഗ്രേസ് പോയിന്റ് കിട്ടും. 10ാം ക്ലാസ്സിൽ പണ്ട് മാർക്ക് കുറവുള്ളവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കും. സഭയുടെ അകത്ത് ഗ്രേസ് കിട്ടിയില്ല പിന്നെ എന്ത് കിട്ടും? കൃപമേൽ കൃപ പ്രാപിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കുഴപ്പം പിടിച്ച കേസുകളൊക്കെ വന്നാൽ പ്രാർത്ഥനയിൽ അതൊന്ന് അറ്റൻഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഇടർച്ചക്കല്ലല്ല, സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതവാനാണ്. സഭയുടെ തലയാണവൻ. മാത്രമല്ല സകല വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും തലയാണ്. അപ്പോൾ സഭാവിഷയത്തിൽ, രാഷ്ട്രീയ വിഷയത്തിലും സാമൂഹിക വിഷയത്തിലും യേശുവിനേക്കാൾ വലിയ ആരുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക, നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റുപറയുക. നിങ്ങളുടെ കംപ്ലൈൻറ്റുകൾ, പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കർത്താവ് കേൾക്കും. ഈ ലോകമനുഷ്യൻ്റെ രീതി വെച്ച് ദൈവത്തിന് അളക്കരുത്. നമ്മൾ ഒരു ലോകമനുഷ്യനോട്, നമ്മുടെ സുപ്പീരിയറോട്, നമ്മുടെ കൂടെയുള്ള ആളെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞാൽ നോ, നിനക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം, നിനക്ക് പറയാം, എനിക്ക് മുഷിയത്തില്ല, ഞാൻ പരിഹാരം ചെയ്യും. എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് നിന്നോട് പണങ്ങത്തുമില്ല. കാരണം ഞാൻ ദൈവമാണ്, യേശു ദൈവമാണ്, മനുഷ്യന് വേണ്ടി വന്ന ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. സഭാജീവിതം അനുഗ്രഹമാകും. സഭാജീവിതം അനുഗ്രഹമായാലോ നമ്മുടെ കുടുംബം അനുഗ്രഹമാകും, നാട് അനുഗ്രഹമാകും, രാജ്യം അനുഗ്രഹമാകും. അതുകൊണ്ട് നമ്മൾ സഭ ഭൂമിക്കുപ്പാണ്, ലോകത്തിന് വെളിച്ചമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം കൃപ നൽകട്ടെ, മാനിക്കട്ടെ. ആമേൻ.